ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കണ്ണണിച്ചെന്നെ എന്താറോ കണ്ണിന് ഭയങ്കര വേദനയും ചൊറിച്ചിലും ഒക്കെ കേട്ടോ. കണ്ണെല്ലാം ചുമപ്പുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ അത്ര കണ്ണില്ല, പക്ഷെ കണ്ണിൻ്റെ ആ ഒരു പോളൊക്കെ ഇങ്ങനെ ചെറുതായ പോലെ കേട്ടോ. കുറച്ച് ദിവസമായിട്ടാണ് കണ്ണിന് ഒരു പ്രശ്നം വന്നിട്ട് ഞാൻ 1-2 തവണ ഹോസ്പിറ്റലിൽ കാണിച്ച് തുള്ളി മരുന്ന് കുറ്റിച്ചു. അപ്പോൾ ഒരു സുഖം ഉണ്ടാവും, പിന്നെയും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഏതായാലും രാവിലെ നീച്ചപ്പോൾ നല്ല ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ കടി ഉണ്ടാക്കട്ടോ. ഞാനിന്ന് നൂൽപുട്ടാട്ടം ഉണ്ടാക്കുന്നത്. ഇന്നലെയും നമ്മൾ നൂൽപുട്ടാട്ടം ഉണ്ടാക്കിയത്. അപ്പോൾ ഇവർക്ക് തേഞ്ഞില്ല. അപ്പോൾ ഒന്ന് രാവിലെ എന്താ കടി ഉണ്ടാക്കുക വെച്ചപ്പോൾ അക്കിങ്ക നൂൽപുട്ട് ഉണ്ടാക്കിക്കളാണ്. അപ്പോൾ പിന്നെ എന്നാ നൂൽപുട്ട് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് നമ്മളെ പീടിയിൽ നിന്ന് വാങ്ങിയ പൊടിയാട്ടോ, സാധാ ഇടിയപ്പത്തിൻ്റെ പൊടി ഉണ്ടാവുമല്ലോ, ആ പൊടിയാണ്. അതിക്ക് ഞാൻ തിളച്ച വെള്ളം കേട്ടോ, അത് നമ്മളെ ഈ കെറ്റിൽ വെച്ചിട്ട് നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് അതിക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണി ആ വെള്ളത്തേക്ക് തന്നെ പാരും കേട്ടോ. നമ്മൾ ആ നൂൽപുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമ്മളത് കുഴക്കണ സമയത്ത് ഒന്നിച്ച് വെള്ളം ഒഴിക്കാൻ പാടില്ല, കുറേശ്ശെ ഒഴിച്ചിട്ട് ഇളക്കി 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 എടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് അതിക്ക് പാകമായി കിട്ടുക. നമ്മളെ പത്തിരിക്കൊക്കെ പൊടി കുഴക്കുമല്ലോ, അതിലാറ് ഒന്നും കൂടെ ലൂസായിട്ട് വേണം ഇതിന് വേണ്ടിയിട്ട് കുഴക്കാൻ. അത് നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പൊടിയിലാറ് ഒന്നും കൂടി ലൂസാക്കിയിട്ടാണല്ലോ പൂരിക്ക് ഉണ്ടാക്കുക. അതുപോലെ നമ്മളെ പത്തിരിക്ക് ഉണ്ടാക്കുന്ന പൊടിയിലാറ് ഒന്നും കൂടെ ലൂസായിട്ടാണ് നമ്മളെ നൂൽപുട്ടിന് വേണ്ടിയത് കേട്ടോ. കാരണം ആ അച്ചുകൂടി നല്ലോണം അങ്ങനെ പിഴിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസ് ആവശ്യമാണ്. പക്ഷെ കൂടുതലായി പോയാലോ നമുക്കത് പിഴിഞ്ഞെടുക്കാനും കഴിയൂല കേട്ടോ. അപ്പം ഇങ്ങനെ പ്ലിം പ്ലിം കൊണ്ട് വെക്കും, പൊടി മേലക്ക് കയറും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം നോക്കിയിട്ട് അതിനനുസരിച്ചൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പിന്നെ വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളൊന്നും കണക്കുണ്ടാവില്ല, നമ്മൾ ഏകദേശം ഒരു മട്ടം പോലെ അങ്ങനെ ചെയ്യണതല്ലേ. നൂൽപുട്ടൊക്കെ എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും ചില ആൾക്കാരൊക്കെ പറയലുണ്ട് നൂൽപുട്ട് ഭയങ്കര ഹാർഡാണ്, സോഫ്റ്റ് അല്ല എന്നൊക്കെ. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ നൂൽപുട്ടിൻ്റെ അച്ചിലിതാ ഞാൻ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. നൂൽപുട്ട് പിന്നെ അടി പിടിച്ചിട്ട് പേടി ഇതൊന്നുമില്ല, നമുക്ക് വേഗം കിട്ടും. എന്നാലും അതിന്മേൽ ഒട്ടിപ്പിടിച്ചാക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ എണ്ണ സ്പ്രെഡാക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പീച്ചുന്ന സമയത്ത് നനവെള്ളമല്ല, അപ്പം അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചും കൊണ്ട് നിൽക്കും. അപ്പം നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ. നമ്മുടെ അടുത്തില്ലേ നൂൽപുട്ടത്തിന് അച്ചാറിന് നമ്മൾ ആ ഒരു എന്താ പറയുക ഇച്ച് വിളക്ക് മാതിരിയായിട്ട് അത് തോന്നുക. എന്താ വെച്ചാൽ അതിൻ്റെ മേലെ നമ്മളെ എന്താ പറയുക പണ്ടത്തെ മണ്ണെണ്ണ വിളക്കിൻ്റെ മാതിരിയാണ്. അപ്പോൾ ആ ഒരു സ്റ്റീലിൻ്റെ ആ ഒരു സംഭവം തന്നെയാട്ടോ ഉള്ളത്. ആദ്യമൊക്കെ മരത്തിൻ്റെ ഒരു നൂൽപുട്ടിൻ്റെ അച്ചുണ്ടായിരുന്നു, പക്ഷെ അത് നല്ല രസമായിരുന്നു കേട്ടോ. അതിലുണ്ടാക്കിയാലേ തീരെ വണ്ണല്ലാത്ത കട്ടില്ലാത്ത നൂലായി കിട്ടീനും. പക്ഷെ അതിൽ പീച്ചെടുക്കാൻ ഭയങ്കര ഗതികേടാണ്. ഭയങ്കര എന്താ പറയുക നമ്മൾ ഊക്കൊടുത്തുങ്ങാണ്ട് പീച്ചെടുക്കണം. പിന്നെ അതങ്ങനെ പൊട്ടും ചെയ്തിട്ട് ഒരു ദിവസം അങ്ങനെ വീച്ചപ്പോൾ അതിൻ്റെ കൈ പൊട്ടി. പിന്നെ ഞാൻ ഇതാട്ടോ വാങ്ങിയത്. അപ്പോൾ ഇതേമാതിരി നമ്മൾ എന്താ പറയുക ചെറിയ ഉരുളാക്കി അതിൻ്റെ ഉള്ളിൽ വെച്ചെടുത്തിട്ട് ഇതിൻ്റെ ഈ അടപ്പുകൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും അതിൻ്റെ ഉള്ളിൽ കൊള്ളും. അപ്പോൾ നമ്മളെ 2 തട്ടുക്കില്ലും കൂടിയും ഒറ്റ തവണ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളൊരു തട്ടുക്ക് പീച്ചണം, പിന്നെ നമ്മൾ കഴിച്ചിങ്ങാണ്ട് പിന്നെയും വേണം അതിലേക്ക് നിറക്കുക, പിന്നെയും വേണം അത് മുറുക്കിങ്ങാണ്ട് പീച്ചുക, അങ്ങനെ ബുദ്ധിമുട്ടേക്കാരം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി കൊടുത്താലെന്ന് വെച്ചാൽ ഒറ്റടിക്കാൻ ആ 2 തട്ടുക്കില്ല് കിട്ടും. പിന്നെ അടുത്തേക്കില്ല് നിറച്ചാൽ മതിയല്ലോ, അങ്ങനെ കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ കുറേ സംഭവങ്ങൾ ഇറങ്ങിയിരിക്കണില്ലേ, പല മോഡലും തോക്കിൻ്റെ പോലെയും അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ ഞാൻ അതൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അതെന്താ അവസ്ഥ എന്നില്ല നമുക്കറിയില്ല. നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ പിന്നെ നമ്മൾ ശ്രദ്ധിച്ചേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ കൈ കഴുകണം. അല്ലെങ്കിൽ നമ്മൾ ആ പൊടി കൊടുക്കുന്ന കൈ ഇതിമ്മ പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പിരി ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് കയറൂല. പിന്നെ അത് ടൈറ്റ് ആവും. പിന്നെ ചിലപ്പം തുറക്കാനും കിട്ടൂല, മുറുക്കാനും പറ്റൂല, അങ്ങനത്തെ അവസ്ഥയാവും. അപ്പോൾ അത് വൃത്തിയിൽ നമ്മളിങ്ങനെ നോക്കണം. അതിമ്പോൾ പൊടിയും ഇതൊന്നും എന്താ എണ്ണയൊന്നാവാതെ നമുക്ക് സുഖമായിട്ട് ഇത് എടുക്കാം കേട്ടോ. അത് നമ്മൾ അതേമാതിരി ഇതിൻ്റെ പിരി കയറ്റണ സമയത്ത് ഒന്ന് ക്ഷമിച്ച് ഒന്ന് പിരിയേറ്റി കൊടുക്കണം. അല്ലെങ്കിൽ എന്താ പറയുക അത് പിരി കുടുങ്ങിക്കഴിഞ്ഞാലും തുറക്കാനും അടക്കാനൊക്കെ ബുദ്ധിമുട്ടേക്കാരം. അപ്പോൾ ഇപ്പം നമുക്ക് ഏതായാലും ഈ ഇഡ്ഡലിൻ്റെ തട്ടുണ്ടായതുകൊണ്ട് ഇതിലുണ്ടാക്കാമല്ലേ ഇങ്ങനെ നൂൽപുട്ടും കാര്യങ്ങളൊക്കെ. പണ്ടൊക്കെ നമുക്ക് ഓർമ്മല്ലേ വറുകടുപ്പത്ത് നമ്മളെ ചെമ്പടുപ്പത്ത് കൊണ്ട് അതിൻ്റെ മേലെ ഒരു വെള്ളത്തുണി കെട്ടും, അല്ലെങ്കിൽ ഒരു വെള്ള മുണ്ടൊക്കെ കിട്ടും. എന്നിട്ട് അതിലിങ്ങനെ ഒരു 3-4 ഈ തുണിയിലാക്കിയാണ്ട് തന്നെ ഇങ്ങനെ ഒന്നിച്ച് വെച്ചിങ്ങാണ്ട് വേവിച്ചെടുക്കും അല്ലേ. പിന്നെ പെരിയിലൊക്കെ ആദ്യമൊക്കെ ഉണ്ടാക്കിയ ചോർമ്മ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നമ്മളൊക്കെ ചെറുപ്പത്തിലായിരുന്നു നോമ്പിനൊക്കെ നോമ്പുറക്കാന സമയത്തൊക്കെ ഉണ്ടാക്കിയും. അധികം നോമ്പിനുള്ളൂ അന്ന് ഇങ്ങനെ നൂൽപുട്ടും ഇതൊക്കെ ഉണ്ടാക്കുള്ളൂ. അന്ന് ഈ ഒരു ഇതല്ല തോന്നുന്നു കേട്ടോ, മരത്തിൻ്റെ കേക്കാറ്. അപ്പോൾ ഭയങ്കര ടൈറ്റും അല്ലേ ഉണ്ടാക്കാം. എന്താ പറയുക പണ്ടത്തെ കാലത്ത് ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നൂൽപുട്ട് ഉണ്ടാക്കുക പറഞ്ഞാൽ. പിന്നെ അത് ഭയങ്കര ടൈറ്റായിട്ട് ഈ പിഴിഞ്ഞെടുക്കലും അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ സാധാരണ ഇത് ഉണ്ടാക്കണ മാതിരി ഉണ്ടാക്കുക. ഇച്ചൊക്കെ ഒന്നും കൂടി എളുപ്പമാട്ടോ, വേഗം ഉണ്ട്. കാരണം ഇതിക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ അടുപ്പത്ത് വെച്ച് നമുക്ക് വേറെ എന്തെങ്കിലും പണിയൊക്കെ എടുക്കണമെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഒപ്പം നിൽക്കണമല്ലോ, നമ്മൾ ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ അപ്പം തന്നെ ഇങ്ങനെ നിൽക്കണമല്ലോ. ഇതാകുമ്പോൾ എന്താ പറയുക ഒരു 2-3 പാത്രം ഉണ്ടായതിന് നമുക്ക് അത്യാവശ്യത്തിലേറെ അറിയും പോലെ ഉണ്ടാകും. അപ്പം ഇന്ന് നമുക്കൊരു കുടിയിരിക്കലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചോറൊന്നും വെക്കണ്ടെന്ന് വിചാരിച്ചതേനും, പക്ഷെ അക്കിങ്ക പോരുന്നില്ലായിരുന്നു. അപ്പം പിന്നെ ഞാനും കുട്ടികളെ പോകണുള്ളൂ.
അപ്പം നമുക്ക് ഉച്ചയ്ക്കുള്ള ചോറും കൂട്ടാനും വെക്കണം. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വൈകുന്നേരത്തിന് വേണമല്ലോ. അപ്പോൾ അത് വെച്ചാണ് പോയാൽ പിന്നെ നമുക്ക് വന്നിട്ടൊരു പണിയെടുക്കണ്ട. പിന്നെ നമുക്കൊരു സ്ഥലം വരെ പോകാനും കൂടി ഉണ്ട് കേട്ടോ കുടിയിരിക്കൽ കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എന്നാൽ ചോറും കൂട്ടാനും കൂടിയും ഇത് കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പം ഞാൻ ഇപ്പം ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ. ഗ്യാസ് കിട്ടിയാൽ പിന്നെ അങ്ങനെയാണ്, പിന്നെ അടുപ്പത്തേക്ക് ചെല്ലൂല. പിന്നെ അതിന് മാത്രം വർഗ്ഗമില്ല കുറേ എന്താ പറയുക കത്തിച്ചാൽ എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ നമ്മൾ ആ വർഗ്ഗമൊക്കെ കത്തിച്ചിട്ട് ആ പുകൻ്റെ ഒക്കെ അലർജി ആയിക്കാരണം കണ്ണിന് ചിലപ്പം ബാധിച്ചിരിക്കുക. കാരണം കണ്ണിന് വെയിൽ, പുക, തീൻ്റെ ചൂട് ഒന്നും കൊള്ളാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഗ്യാസൊക്കെ കഴിഞ്ഞപ്പോഴേ വിറകടുപ്പ് ഉപയോഗിച്ചതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ അലർജി ആവാനും സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളെ ഒന്നാമത്തെ ട്രിപ്പ് ഇതാ നൂൽപുട്ട് വന്നിട്ടോ. ഇത് അതേമാതിരി കൊട്ടിയാലാണ് കിട്ടും കേട്ടോ. പിന്നെ ആ ഭാഗം പിന്നെ ഞാൻ ആ ഇത് തുണി പിടിച്ചതുകൊണ്ട് ചടായിട്ടോ. അപ്പോൾ ഇത് ഒന്നുണ്ട് എണ്ണാക്കി കൊടുത്താൽ വേഗം ഉണ്ട് നമുക്ക് ഇതിന്ന് പോന്ന് കിട്ടാനൊക്കെ. ഇത് മൊത്തം 9 എണ്ണം ഉണ്ടാകുക. ഒന്നിൽ 5 എണ്ണവും മറ്റിയിൽ 4 എണ്ണമാണ്. അപ്പോൾ 9 എണ്ണം ഉണ്ടാകുക. ഇഡ്ഡലിയൊക്കെ ചുട്ടാൽ വലിയ ഇഡ്ഡലിയേക്കാരം. അധികം കുഴിയില്ലെങ്കിലും കുറച്ച് വലിപ്പമുണ്ട് ഇത്. അതുകൊണ്ട് അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിരിക്കണം കേട്ടോ. ഇതിക്കല്ല എന്താ പറയുക കറി ഒക്കെ ഉണ്ടെങ്കിൽ ഉസാറാണ്. നമുക്കിപ്പോൾ എന്താ സാമ്പാറാണ് കേട്ടോ ഇന്നലത്തെ, അതും കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ നല്ല മഴ കേട്ടോ രാവിലെ തന്നെ. ഇപ്പോൾ എന്താ പറയുക മഴക്കാലമാണെങ്കിലും മഴ വല്ലാതെ തുടങ്ങിയിട്ടില്ലല്ലോ അല്ലേ, അധികം മഴയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ സാമ്പാർ വെച്ച് ചോറും വെച്ച് പപ്പടം പൊരിച്ചു കേട്ടോ. പപ്പടം തീ കിട്ടേക്ക് എന്തൊക്കെയോ പൊടിപടല്ലെങ്കിൽ നമ്മൾ എണ്ണീരണ്ടായി കേട്ടോ. നല്ലോണം ചൂടായിക്കണ്. പക്ഷെ എന്നാലും എന്തൊക്കെയോ ഒരു പൊടികളോ എന്തൊക്കെയായിട്ട് ഒന്നിച്ചുണ്ടല്ലേ. ഞങ്ങളുടെ കത്തിയോണ്ട് ഇങ്ങനെ കുറച്ച് തോണ്ടിയെടുത്ത് വെക്കുമ്പോൾ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. എന്താ അറിയില്ല. ഏതായാലും നമുക്ക് ഇനി ബാക്കിയുള്ള പപ്പടം കൂടിയൊക്കെ പൊരിച്ചെടുക്കുക. വണ്ടി വരാനായിക്കുണ്ട് ഓട്ടോറിക്ഷക്കാണ് പോണത്. അപ്പോൾ നമ്മളും പിന്നെ നമ്മളെ കൂട്ടുകാരത്തി പോലെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബൈക്കുമ്പോൾ പോകാനും കഴിയില്ലല്ലോ സ്കൂട്ടിമ്മേ, മഴയല്ലേ. പിന്നെ അക്കിങ്ക പോയില്ല എന്നും പറഞ്ഞു. അപ്പം നമുക്ക് ഒന്നിച്ച് പോകാനുണ്ട്. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോകാം കേട്ടോ. രണ്ടാൾക്കും വജ്ജും അറിയില്ല പോകാനുള്ളത്. അങ്ങനെ നമ്മളെ കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനും ജീനും മോൾട്ടിയൊക്കെ മാറ്റി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വണ്ടി കാത്തിക്കുക ടോല് വരാൻ വേണ്ടി കാത്തിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കുടിയിരിക്കലിന് പോകാണ്ട് കാര്യമില്ല. ചോറും കറിയും പപ്പടമൊക്കെ ആയപ്പോഴേ എല്ലാവർക്കും പുതിയ അവസാനം എല്ലാവരും ചോറും വെച്ചിട്ടാണ് പിന്നെ കുടിയിരിക്കലിന് പോണത്. അപ്പോൾ അക്കിങ്കാക്ക് ചോറ് വേണമെന്നാണ് പിന്നെ മുപ്പർക്ക് ചോറ് വിളമ്പി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ സാമ്പാർ കേട്ടോ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇല്ല കഷ്ണങ്ങൾ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. മുപ്പർക്ക് ചോറ് കൊടുത്ത് ഞങ്ങൾ അങ്ങനെ കുടിയിരിക്കലിന് പോന്നു. ചെറിയൊരു മഴക്കൊരു കുറവുണ്ട് കേട്ടോ ഈ സമയത്ത്. മാമ്പഴയാണ് കേട്ടോ കുടിയിരിക്കൽ. അങ്ങനെ ഞങ്ങൾ കുടിയിരിക്കലിൻ്റെ പെരീക്ക് എത്തി. പിന്നെ ഞാൻ അവിടുന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കുറേ ആൾക്കാരെ കണ്ടപ്പോൾ മടിയാകുക. പിന്നെ ഞങ്ങളങ്ങനെ തിരിച്ചു പോരും കേട്ടോ. അപ്പോൾ ഓട്ടോറിക്ഷ ഇറങ്ങിയാണ്ട് നമ്മളെ പെരീക്ക് തന്നെ കയറുക കേട്ടോ. ഓല അങ്ങനെ പോവുകയും ചെയ്തു. അപ്പം ഞങ്ങൾ എന്താ പറയുക പെരീക്ക് കയറി. പിന്നെ ഇന്ന് കുടുംബശ്രീയിലെ ദിവസമാണ്, ഞായറാഴ്ച അല്ലേ. അപ്പം ഇനി കുടുംബശ്രീയിലും കൂടി പോയി വന്നതിന് ശേഷം കേട്ടോ പിന്നെ ഞങ്ങൾ പോണത്. 2 വണ്ടിയുമായിട്ടാണ് പോണത്. 4 ആളുണ്ടായതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു സ്ഥലം വരെ പോകണ്ട്. അപ്പം എവിടേക്കും അല്ല, നമ്മളെ കരുവാര കൊണ്ട് ജിൻലബാൻ വന്നിക്കണം കേട്ടോ. അപ്പോൾ അവിടേക്കൊന്ന് പോയതാണ്. ജിനും മോൾട്ടിയൊക്കെ കുറേ ആയിട്ട് എനിക്ക് അവിടുത്തെ ആ സംഭവങ്ങളൊക്കെ കഴിക്കാൻ ആഗ്രഹമുണ്ട് അറിയണേ. അപ്പോൾ ഈ കുനാഫ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. എനിക്കാണെങ്കിൽ ഇത്ര മധുരമൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. ചോക്ലേറ്റ് കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഐസ്ക്രീം തിന്നാൽ തന്നെ വാനില ഐസ്ക്രീമോ സ്ട്രോബെറിയോ അങ്ങനെയൊക്കെ ഒന്ന് പിസ്ത ആ ഒരു ഫ്ലേവറൊക്കെ കഴിക്കുക എന്നല്ലാതെ ഇങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ ഒക്കെ. അപ്പോൾ ഏതായാലും അത് കഴിക്കാൻ വേണ്ടി പോന്നാട്ടോ. അപ്പോൾ ഇത് നമ്മളെ കരുവാര കൊണ്ട് നമ്മളെ ഈ റോട്ടുമ്മ തന്നെയുണ്ട്. നമ്മളെ തൂര് പണ്ടിക്കാടിലെ റോട്ടുമ്മ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർഡറൊക്കെ കൊടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫസി ചോക്ലേറ്റ് കേക്കും റൂ ഹയാത്തില്ലേ അതുമാണ് കേട്ടോ. പേരൊന്നും കിട്ടണില്ല വെച്ച്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. വെറൈറ്റി കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ മാത്രമല്ല കേട്ടോ എന്താണ് കഷ്കേ. പിന്നെ ഇവിടെ എന്തൊരു ബോംബുണ്ടല്ലോ, എന്തൊരു ബോംബാ, ചീസ് ബോംബ്, അതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പേരറിയില്ല. കുട്ടികൾക്ക് ഇതിൻ്റെ എല്ലാ ABCD അറിയട്ടോ അങ്ങനത്തെ ഐറ്റംസിൻ്റെ ഒക്കെ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ കഴിക്കലൊന്നുമില്ല ഇങ്ങനത്തെ ഒന്നും. പക്ഷേ ഇത് ഞാനും നല്ലോണം നിന്നിക്കണം കേട്ടോ. എനിക്ക് ആ ഒരു മോൾട്ടി തിന്നണില്ലേ ഇതിലാറ് ഇഷ്ടപ്പെട്ട് മറ്റേ കേട്ടോ. പക്ഷെ മോൾട്ടിക്ക് ഇതെല്ലാം ഇഷ്ടമായിക്കണ്. ഓരോരുത്തർക്കും ഓരോ ഫ്ലേവറാണല്ലോ ഇഷ്ടമല്ലേ. അപ്പോൾ അതിന് നല്ല ചോക്ലേറ്റ് കൂടിയ ആ ഒരു ഐറ്റംസാണ്. ഞാൻ സാധാരണ ചോക്ലേറ്റ് തിന്നലില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത് കേട്ടോ. പക്ഷേ ഇത് എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ കേക്കും കുനാഫയും പിന്നെ പിസ്തയും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇനി ഇത് ആരെങ്കിലും കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിട്ടോ. ആർക്കെങ്കിലൊക്കെ നമ്മളെ ഗിഫ്റ്റോ കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബർത്ത്ഡേ ആനിവേഴ്സറി ഒക്കെ ഉണ്ടാകുമ്പോൾ ഗിഫ്റ്റോ കൊടുക്കുമല്ലോ, അങ്ങനെ കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വല്ല വന്ന് വാങ്ങിക്കൊണ്ടേ കൊടുത്തോളി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ ഞാൻ കഴിക്കലില്ല, പക്ഷേ ഇവിടുന്ന് എന്താ പറയുക നല്ലോണം കഴിച്ചിരിക്കണത്. കുട്ടികളൊന്നുമില്ലാറ് ഞാൻ ആക്കി നോക്കാണ് ഇത് തോണ്ടി തിന്നണ്. മറ്റോരയിമ കൂടിയിക്കുക ഞങ്ങൾ ദിവിയും കൂടിയിക്കണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഞായറാഴ്ച നമ്മളത് കഴിഞ്ഞ് പോയത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും കേട്ടോ.
പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അതാണ് സിൻ ലബാന്, എന്താ പറയുക, റോഡിൻ്റെ അടുത്ത് തന്നെ, അതുകൊണ്ട് പോകാനൊന്നും ബുദ്ധിമുട്ടില്ല.